الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذنا منكم ميثاقا غليظا പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തുടർ വിഷയമാണ് നമ്മുടെ ഖുതുബകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഓരോ വിശ്വാസികളും അറിയേണ്ട, പഠിക്കേണ്ട, പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ കഴിഞ്ഞ 3 ഖുതുബകളിലൂടെ വിവാഹവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഖുതുബയിലെ അവസാന സമയം നമ്മൾ പറഞ്ഞത് വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ മര്യാദകളാണ്. സാധാരണ ഒരു പുരുഷൻ വിവാഹാന്വേഷണം നടത്തുകയും പെൺകുട്ടിയെ കാണുകയും 2 വീട്ടുകാരും വിവാഹത്തിന് സമ്മതമറിയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ വിവാഹത്തിൻ്റെ തീയതി അവർ നിശ്ചയിക്കുന്നു. പിന്നെ അവിടെ നടക്കേണ്ടത് വിവാഹമാണ്. ആ നിശ്ചയിച്ച തീയതിയിൽ 2 വീട്ടുകാരും കൂടെ തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് വിവാഹം നടക്കും. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം അതിനിടയിൽ അനിസ്ലാമികമായ മറ്റൊരു കാര്യം കൂടെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്തിനു നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ സേവ് ദ ഡേറ്റ്. വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷമായി തനിച്ച ഹറാമായ ഒരു പരിപാടിയാണ് സേവ് ദ ഡേറ്റ്. വിവാഹത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു, തീയതി തീരുമാനിച്ചു, വിവാഹം നടക്കുന്നതിൻ്റെ മുൻപ് അവർ വിവാഹിതരായിട്ടില്ല, ഭാര്യയും ഭർത്താവുമായിട്ടില്ല. ആര്? നമ്മുടെ മകൻ, നമ്മുടെ മകൾ.
മുസ്ലിങ്ങളായ ആളുകൾ പോലും വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സേവ് ദ ഡേറ്റിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വിഷയം പറയാൻ കാരണം, രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ മകൾ മറ്റൊരാളുടെ ഭാര്യയായി മാറുന്നത്. വിവാഹം നിശ്ചയിച്ചത് കൊണ്ടാകുന്നില്ല. വിവാഹ കർമ്മം നടക്കാതെ, നിക്കാഹ് നടക്കാതെ ഒരു കാരണവശാലും വരനും വധുവും അവര് വിവാഹിതരല്ല, അവർ അന്യ സ്ത്രീയും പുരുഷനുമാണ്. അവരെങ്ങനെയാണ് കെട്ടിപ്പിടിക്കുന്നത്? അവരെങ്ങനെയാണ് ചുംബനം കൊടുക്കുന്നത്? വൃത്തികെട്ട വീഡിയോകൾ സേവ് ദ ഡേറ്റിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ ധാരാളം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഹറാമുകൾ, അത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ വീട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അലി, അലി ലാ തുത്ബഇൻ നദ്റതൻ നദ്റ, നീ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ യാദൃശികമായി ഒരാളെ കാണുമ്പോൾ നമ്മളയാളെ നോക്കും, ആരാണെന്ന് അറിയാൻ വേണ്ടി. അത് തിരിച്ചറിയാനുള്ള നോട്ടമാണ്. അതൊരാണാകട്ടെ പെണ്ണാകട്ടെ സ്വാഭാവികമായി നോക്കും. എന്നാൽ സ്ത്രീകളാണ്, നമുക്ക് ദൂരെ നിന്ന് തന്നെ അറിയാം അവർ സ്ത്രീകളാണ് എങ്കിൽ പുരുഷന്മാർ നോക്കേണ്ട ആവശ്യമില്ല, സ്ത്രീകൾ പുരുഷന്മാരെയും നോക്കേണ്ട ആവശ്യമില്ല. അന്യ സ്ത്രീയെ അനാവശ്യമായി നോക്കുക എന്നുള്ളത് കുറ്റമാണ് ഇസ്ലാമിൽ. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്. നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്. കാരണം ഒന്നാമത്തെ നോട്ടം എന്ന് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടും, അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ രണ്ടാമത്തേതിന് അതില്ല, അഥവാ പൊറുക്കപ്പെടാത്ത നോട്ടമാണ് എന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു അന്യ സ്ത്രീയെ, തൻ്റെ ഭാര്യയല്ലാത്ത, തൻ്റെ മാതാവല്ലാത്ത, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുണ്ട്, അവർ അന്യ സ്ത്രീകളല്ല. ആ സ്ത്രീകളെ എന്ത് ചെയ്യാൻ പാടില്ല? ആ സ്ത്രീകളല്ലാത്തവരെ നമ്മൾ അവരോട് അനാവശ്യമായി സംസാരിച്ചിരിക്കുക, അവരുമായി കൊണ്ട് അനാവശ്യമായി ഇടപഴകുക, അത്തരം കാര്യങ്ങളെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പെട്ടെന്നുള്ള അവിചാരിതമായ നോട്ടത്തെപ്പറ്റി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. സഅലതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നദറിൽ ഫുജാഅ, പെട്ടെന്നുള്ള നോട്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅമറനി അൻ അസ്രിഫ ബസ്വരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു ദൃഷ്ടിയെ തിരിച്ചു കളയാനാണ്. പെട്ടെന്ന് നമ്മൾ കാഴ്ച കണ്ടു, നമുക്ക് അർഹതപ്പെട്ടതല്ല, നമുക്ക് അനുവദനീയമായ കാഴ്ചയല്ല, എങ്കിലും എന്ത് ചെയ്യണം? പെട്ടെന്ന് കാഴ്ചയെ തിരിച്ചു കളയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ മകൾ വിവാഹിതയാകാത്ത ഒരു മകളെ, നമ്മൾ നിക്കാഹ് ചെയ്തു കൊടുക്കാത്ത ഒരു മകളെ സേവ് ദ ഡേറ്റ് എന്ന പദ്ധതിക്ക് വേണ്ടി, അത്തരം ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി, ഒരു ഫോട്ടോ സെഷന് വേണ്ടി നമ്മുടെ മകളെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഒന്നവൻ നമ്മുടെ മകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അത് ഹറാമാണ്. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് പ്രകാരം, ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇത് ഹറാമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റു ഗൗരവമായ ഒരു ഹദീസ്, റസൂലുള്ളാഹിയിൽ നിന്ന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലിഅൻ ഫീ റഅസി അഹദികും ബിമിഖ്യതി മിൻ ഹദീദ്. വല്ലാത്തൊരു പ്രയോഗമാണത്. എന്താ പ്രവാചകൻ പറയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞത്, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുന്നതാണ് അയാൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഖൈറുൽ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. സ്വഹീഹായ ഹദീസാണ്. അഥവാ നമുക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിനെ ഒന്ന് സ്പർശിച്ചാൽ ആ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? തലയിൽ ഒരു ആണി എടുത്തിട്ട് അടിച്ചു കയറ്റുന്നതാണ്, തറക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹറാമ് ചെയ്യാനാണ് നമ്മുടെ മകളെ നമ്മൾ വിട്ടുകൊടുക്കുന്നത്, നമ്മുടെ മകനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ വർദ്ധിച്ചു വരികയാണ്, പ്രത്യേകിച്ച് വിവാഹ രംഗത്ത്. ഇതിന് തടയിടേണ്ട ആളുകൾ ആരാണ്? നമ്മളാണ്, രക്ഷിതാക്കളാണ്, കാര്യബോധമുള്ള ആളുകളാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇവിടെ ഉണ്ട്. അത്
അത്തരം കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ നമ്മുടെ വിവാഹ രംഗത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സ്ത്രീകൾക്ക് കൈപോലും കൊടുക്കാറില്ല, ഹസ്തദാനം നടത്താറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിൽ നിന്നും ബൈഅത്ത് വാങ്ങിയ വ്യക്തിയാണ്. എങ്ങനെയാ ബൈഅത്ത് വാങ്ങുക? കരാറ് വാങ്ങുക. സ്വഹാബികളൊക്കെ നബിയുടെ കൈയിന്റെ മുകളിൽ കൈവെക്കും, എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് വാങ്ങുക. ബൈഅത്തിന്റെ ഏറ്റവും ശരിയായ രീതി അതാണ്. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാഹി മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ ഇംറഅത്തിൻ ഖത്തു ഗൈറ അന്നഹു യുബായിഉന്ന ബിൽ കലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു സ്ത്രീയുടെ കരം സ്പർശിക്കുകയുണ്ടായിട്ടില്ല. അവർ അദ്ദേഹത്തോട് ബൈഅത്ത് കരാർ ചെയ്യുന്നത് പോലും വാക്കിലൂടെയായിരുന്നു, അല്ലാതെ നബിക്ക് അവരാരും കൈ കൊടുത്തിട്ടില്ല. അഥവാ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കും. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് ജീവിക്കുന്നത്, ഇലക്ഷന്റെ സമയമാണിത് അല്ലേ? ധാരാളം മുസ്ലിം സഹോദരികൾ സ്ഥാനാർത്ഥികളാണ്, അല്ലാത്ത ആളുകളുമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന ആളുകൾ നമ്മുടെ നേരെ കൈ നീട്ടുമ്പോൾ എന്ത് നിലപാടെടുക്കണം നമ്മൾ? അതാണ് മുസ്ലിമിന് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. മുസ്ലിമിന് അവിടെ വ്യതിരക്തമായ ഒരു സംസ്കാരമുണ്ട്, ഒരു കൾച്ചറുണ്ട് മുസ്ലിമിന്. ഇത് നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക, ഹസ്തദാനം നടത്തുക, അവരുടെ കൂടെ ഒഴിഞ്ഞിരിക്കുക, ഇതൊക്കെ ഇസ്ലാം കണിശമായി കൊണ്ട് നിരോധിച്ച കാര്യമാണ്. ഇത് വിവാഹരംഗത്ത് മാത്രമല്ല. ഞാനിത് എടുത്തു പറയാൻ കാരണം, വൈവാഹിക രംഗത്ത് വിവാഹം നിശ്ചയിച്ച രണ്ടാളുകൾ വിവാഹം നിശ്ചയിച്ചു എന്ന കാരണത്താൽ അവർക്ക് എന്തുമാകാം എന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഗൗരവത്തോടുകൂടെ കാണാൻ വേണ്ടിയാണ് വിവാഹത്തിന് ഉപമിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളാരും നടത്തേണ്ടതില്ല, അത് ഇസ്ലാം അനുവദിച്ചതല്ല. അവിടെ ഹറാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ നമ്മുടെ മക്കളെ നരകത്തിലേക്കാണ് വഴി നടത്തുന്നത് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഒരു പക്ഷേ ആവശ്യമായിരിക്കും, അവർക്ക് ഇതിൽ വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സമ്പത്ത്, നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യം, നമ്മുടെ വാഹനം, ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത്. തിന്മകൾക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസാണ്, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ നിങ്ങൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് തടുക്കണമെന്നാണ്. മക്കളുടെ വിഷയത്തിൽ കൈകൊണ്ട് രക്ഷിതാക്കൾക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ തിന്മയെ എതിർക്കുന്ന ആളുകളായിട്ട് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടില്ല എങ്കിൽ വരും തലമുറ വലിയ അപകടത്തിലേക്കാണ് പോവുക. നമ്മളിതൊന്ന് തിരുത്തിയിട്ടില്ല എങ്കിൽ, നമ്മുടെ മക്കളെ നാം തടഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് കുട്ടികളുണ്ടാകും. അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെ ഇതിനെ എതിർക്കുക? ഇസ്ലാമിന്റെ നന്മകൾ തകർന്നു പോകുന്ന, ഇസ്ലാമിന്റെ സംസ്കാരമില്ലാതെയായി മറ്റുള്ള സമുദായങ്ങളുമായി ലയിച്ചു ചേരുന്ന ഏർപ്പാടിലേക്ക്, സമ്പ്രദായത്തിലേക്ക് മുസ്ലിം ഉമ്മത്തെത്തും. ഉദാഹരണങ്ങളുണ്ട്. നിക്കാഹ് എടുത്തു നോക്കൂ നിങ്ങൾ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മല്ല നിക്കാഹ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വിവാഹാന്വേഷണവും, വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി എന്താ? വിവാഹമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെൺകുട്ടിയെ അവരുടെ രക്ഷിതാവ് വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക്, ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇന്ന മഹർ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അത് കബൂൽ ചെയ്താൽ വിവാഹമായി. എത്ര ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം, എത്ര ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം. എന്നാൽ ആ വിവാഹ രംഗത്ത് ഇന്ന് കടന്നുകൂടിയിട്ടുള്ള തിന്മകൾ എത്രമാത്രമുണ്ട്. മറ്റുള്ള സമുദായങ്ങളെ അനുകരിക്കുന്ന, മറ്റുള്ള സമുദായങ്ങളെ, അവരുടെ ആചാരങ്ങളെ സ്വീകരിക്കുന്ന ആളുകളായി മുസ്ലിം ഉമ്മത്ത് അധപതിച്ചിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ കരാർ എന്ന പ്രയോഗം നടത്തിയത് വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 21-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? വഅഖദിന മിൻകും മീസാഖൻ ഖലീല. മീസാഖൻ ഖലീല, ദൃഢമായ കരാർ. അതേതാ? മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, വഅഖദിന മിൻകും മീസാഖൻ ഖലീല അഖദതുമൂഹുന്ന ബിഅമാനത്തില്ലാ. അല്ലാഹുവിൽ നിന്നുള്ള ആ അല്ലാഹുവിന്റെ അമാനത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ വാക്ക് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ആ കരാർ, അതേതാ? അത് വിവാഹവുമായി ബന്ധപ്പെട്ട കരാറാണ്. ആ കരാറിന്റെ പേരിലാണ് ഒരു പെൺകുട്ടിയുടെ ലൈംഗികാവയവം നിങ്ങൾക്ക് അനുവദനീയമാകുന്നത്. അത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നാമത്തിലാണ് ആ പെണ്ണ് നമുക്ക് അനുവദനീയമാകുന്നത്. അഥവാ ദൃഢമായ കരാറാണത്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ കളി തമാശയല്ല, അതിന് മാതൃക ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, സലാത്തുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ അന്നികാഹു വത്വലാഖു വറജഅ. മൂന്നും വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ ഗൗരവമായി ചെയ്താലും തമാശക്ക് ചെയ്താലും ഗൗരവമുള്ളതാണ്. ഏതൊക്കെയാണത്? ഒന്ന് വിവാഹമാണ്, വിവാഹമോചനമാണ്, ഭാര്യയെ തിരികെ എടുക്കൽ, റജഅത്താണ്, തിരികെ എടുക്കലാണ്. ഇത് 3ഉം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇസ്ലാമിലെ നിക്കാഹ് വളരെ ലളിതമാണ്.
ഏറ്റവും ലളിതമാണ്. എന്ന സഹോദരങ്ങളെ, ഇന്നത്തെ വിവാഹ രംഗത്ത് ഒട്ടുമിക്ക മുസ്ലിം വീടുകളിൽ നടക്കുന്ന സമ്പ്രദായമാണ് താലി കെട്ടുക എന്നുള്ളത്. നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? എത്രയെത്ര വീഡിയോകൾ, എത്രയെത്ര ഫോട്ടോകളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ, അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തിലെ, മുസ്ലിം വീടുകളിലെ വിവാഹത്തിലെ മുഖ്യ കർമ്മമായിട്ട് മാറുകയാണ് എന്ത്? താലി കെട്ടുക എന്നുള്ളത്. ഇത് എവിടുന്നാ വന്നത്? ഇതാരാ പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അതുണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിച്ച ചില ആളുകളുടെ ധാരണ, മുസ്ലിങ്ങളായ പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞാലൊന്നും വിവാഹം പൂർത്തിയാകുന്നില്ല, വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ ഇത് ശരിയാകുള്ളൂ എന്നുള്ള സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി എന്ത് ചെയ്യുന്നു? താലി കെട്ടുന്നു. നടക്കുന്നില്ലേ നമ്മുടെ വീടുകളിൽ? ആരാണ് ഇതിനെതിരെ പറയേണ്ട ആൾക്കാർ? ആരാണ് ഈ തിന്മക്കെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകൾ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല എങ്കിൽ, ഇത്തരം തിന്മകൾക്കെതിരെ നിലപാടെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ പ്രവാചകന്റെ അധ്യാപനം? മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഏതെങ്കിലും ജനതയോട് സാമ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അവൻ അവരിൽപ്പെട്ടവനാണ്. ഒരു 25 വർഷം മുമ്പ് വിവാഹം കഴിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. വേണ്ട ഒരു 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പ്, അന്നത്തെ വിവാഹത്തിൽ എവിടെയെങ്കിലും, മുസ്ലിം ഉമ്മത്തിന്റെ വിവാഹത്തിൽ, മുസ്ലിങ്ങളായ ആളുകളുടെ വിവാഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സമ്പ്രദായം. ഇത് എവിടുന്ന വന്നത്? നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ വിവാഹം കഴിച്ചവരാണ്. നമ്മുടെ വിവാഹം എങ്ങനെയായിരുന്നു? നമുക്കൊരു രീതി ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ മതം പഠിപ്പിച്ചതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ, അവരിന്ന് മറ്റുള്ളവരെ അനുകരിക്കുന്നു. താലികെട്ടൽ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി. അതുകൊണ്ടാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒരൊറ്റ ഹദീസ് കൂടെ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ഓർമ്മ ഉണ്ടാകണം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെങ്കിലും എന്റെ സുന്നത്തിനെ നിരാകരിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. എങ്ങനെയാകണം വിവാഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയണത് എന്താ അറിയോ? നബി പഠിപ്പിച്ച വിവാഹം ഒന്നും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവാഹത്തിന് ചില പോരായ്മകളുണ്ട്. കാരണം എന്താ? നബി താലി കെട്ടുന്ന പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേവ് ദ ഡേറ്റ് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നബി പഠിപ്പിച്ച ഇസ്ലാം പൂർണ്ണമല്ല എന്ന് രക്ഷിതാക്കൾ പറയുന്ന അവസ്ഥയാണ്. നഊദു ബില്ലാഹ്. ഉമ്മമാരും ബാപ്പമാരും കുടുംബക്കാരും മക്കളും ഒക്കെ എടുത്ത തീരുമാനം എന്താ? അള്ളാന്റെ റസൂൽ ഇവിടെ പൂർത്തിയാക്കിയ മതം അത് പോരാ, അത് ശരിയായിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ വക കുറച്ചും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് ആ ചെയ്യുന്നത് മുഴുവനും ഹറാമായ കാര്യങ്ങൾ. പറഞ്ഞുള്ള സഹോദരങ്ങൾ, ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറയുന്ന വാചകങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ, പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ മിണ്ടാതിരുന്നാൽ, നമ്മൾ സംസാരിക്കാതിരുന്നാൽ, നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഇതിന്റെ അപകടം ഒരു 15 വർഷം അപ്പുറമാണ്, അല്ലെങ്കിൽ ഒരു 10 വർഷം അപ്പുറമാണ്. നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ ഇന്നത്തെ മുതിർന്ന ആളുകൾ, കാരണവന്മാർ, പ്രായമുള്ള ആളുകൾ, അവര് കാര്യബോധമുള്ള ആളുകളാണ്, അവർ കൃത്യമായി നിലപാടുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ അവരോട് കൃത്യമായി കൊണ്ട് ഈ നിയമങ്ങൾ പഠിപ്പിക്കണം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമില് വിവാഹത്തിന് വലിയ നിർബന്ധമാണ്. റസൂലുള്ളാഹി പറഞ്ഞതല്ല നിക്കാഹ ഇല്ലാ ബി വലിയിൻ, വലിയില്ലാതെ എന്തില്ല വിവാഹം സാധുവല്ല. ആരാ വലി എന്ന് പറഞ്ഞാൽ ആരാ? പെണ്ണിന്റെ വാപ്പയാണ്, പെൺകുട്ടിയുടെ ഉപ്പയാണ്. ഇന്നത്തെ പല കുട്ടികളും അവരുടെ സമയമാകുമ്പോൾ രക്ഷിതാക്കൾ പോലും അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. മുസ്ലിം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ? എന്നിട്ട് അവരുടെ സമയമാകുമ്പോൾ അവരിറങ്ങി ഓടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മുസ്ലിം കുട്ടികൾ എന്തുകൊണ്ട് ഒളിച്ചോടുന്നു? നോക്കൂ, നിങ്ങൾ അവര് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മറ്റൊരാൾക്ക് അനുവദനീയമാകുന്നത് എപ്പോഴാണ്? അവരുടെ രക്ഷിതാക്കൾ പോറ്റി വളർത്തിയ, ഉപ്പയും ഉമ്മയും വളർത്തിയ ആ പെൺകുട്ടി അവരുടെ പ്രായപൂർത്തി എത്തുമ്പോൾ അവളെ മറ്റൊരാളുടെ കയ്യിൽ വിശ്വസ്തയോടുകൂടെ, ഈ കരാറോടുകൂടെ ഏൽപ്പിക്കുക എന്നത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് വലിയന്റെ ധർമ്മം, അതാണ് വാപ്പാന്റെ ധർമ്മം. ആ വാപ്പാക്ക് വില കൊടുക്കാത്ത മക്കൾ വളരുന്നത് എന്തുകൊണ്ടാ? മക്കൾ ദീന് പഠിക്കണില്ല. ഈ ഹദീത്ത് പഠിച്ച ഒരു കുട്ടി, ഒരു പെൺകുട്ടി എങ്ങനെ ഒളിച്ചോടുക? ഈ ഹദീത്ത് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി അങ്ങനെ ഒളിച്ചോടുക? ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ, വലിയില്ലാതെ നിക്കാഹില്ല എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. ആരാ വലിയാരാ? ബാപ്പയാണ്. ബാപ്പ മരിച്ചു, ആരാണ്? ബാപ്പ മരിച്ചാൽ മകനാകാം, സഹോദരനാകാം, വല്യാപ്പാക്കാകാം, എളാപ്പമാർക്കാകാം. എളാപ്പാരില്ല, ബാപ്പല്ല, സഹോദരനില്ല. അങ്ങനെയാണെങ്കിൽ എളാപ്പാരുടെ മൂത്താപ്പാരുടെ മക്കൾക്കാകാം. അഥവാ രക്തബന്ധത്തിലൂടെയാണ് വലിയ, രക്തബന്ധത്തിലൂടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഒരു കോള് വന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
ആ പ്രശ്നത്തിൽ വലിയില്ല. പെൺകുട്ടിയുടെ ബാപ്പ ഇല്ല. ബാപ്പാന്റെ സഹോദരങ്ങളെ കുറിച്ചോ ബാപ്പയുടെ ജ്യേഷ്ഠനുജന്മാരെ കുറിച്ചോ അവരുടെ മക്കളെ കുറിച്ചോ ഒന്നും അറിയില്ല. ആകെയുള്ളത് അമ്മാവനാണ്. ഒരാണായിക്കൊണ്ട് ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത് അമ്മാവനാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആരാണ് വലിയ? നമ്മൾ വിചാരിക്കും അമ്മാവനാണ്. അമ്മാവൻ ഒരിക്കലും വലിയല്ല. അമ്മാവന് വലിയാകാനുള്ള ഈ പറഞ്ഞ കേസിൽ അമ്മാവൻ വലിയല്ല. അമ്മാവൻ വലിയാകും അദ്ദേഹത്തിന്റെ മകൾക്ക്, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്. ഒരു പെൺകുട്ടിയുടെ വലിയ എന്ന് പറഞ്ഞാൽ ബാപ്പയാണ്, വല്യാപ്പയാണ്, ആ പെൺകുട്ടിയുടെ സഹോദരങ്ങളാണ്, മൂത്താപ്പയാണ്, എളാപ്പയാണ്. അവരൊന്നുമില്ലെങ്കിൽ അവരുടെ മക്കളാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിലോ? ഇവരൊന്നുമില്ലെങ്കിൽ ഖാദിക്കാണ് അതിന്റെ ചുമതല. ആരാണോ മഹല്ലിൽ ഖാദി ആയിട്ടുള്ളത് അയാളാണ് ആ വിവാഹം നടത്തി കൊടുക്കേണ്ടത്. എന്തിനാ ഇസ്ലാം ഈ നിയമം വെച്ചത്? ഇസ്ലാം ഈ നിയമം വെച്ചത് ഒരു സുരക്ഷിതത്വമാണ്. ഇസ്ലാമിന്റെ ഏത് നിയമവും സുരക്ഷിതത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾ വലിയില്ലാതെ വിവാഹം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനെന്ത് വേണം? അവരെ നമ്മളത് പഠിപ്പിക്കണം. അപ്പൊ അവർ ഒളിച്ചോടൂല. ഇനി അവരങ്ങനത്തെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം ഉമ്മാനോട് ബാപ്പാനോട് പറഞ്ഞു നോക്കും. അതല്ലാതെ നമ്മളോട് പറയാതെ അവരെന്ത് ചെയ്യില്ല, ഓടാൻ പോകൂല. അപ്പൊ നമുക്ക് തിരുത്താൻ സമയം ഉണ്ടാകും. അതിന് വേണ്ടതവരെ ധാർമ്മികമായി വളർത്തുക എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വലിയ മാത്രം പോലെ 2 സാക്ഷികൾ ഉണ്ടാകണം. 2 സാക്ഷികൾ ഉണ്ടാകണം വിവാഹത്തിന്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ നികാഹ ഇല്ലാ ബിവലിയിൻ വശാഹിദൈ അദ്ലിൻ. നീതിമാന്മാരായ 2 സാക്ഷികൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്ലാം പഠിപ്പിച്ച ഈ രീതിയിൽ വിവാഹം നടക്കുമ്പോഴാണ് ആ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ നിങ്ങൾ, വിവാഹത്തിന്റെ സമയത്ത് ഇസ്ലാം നിർദ്ദേശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഹർ എന്നുള്ളത്. മഹർ എന്താ? വലിയ തെറ്റിദ്ധാരണകൾ ആ മേഖലയിലുണ്ട്. മഹർ എന്ന് പറഞ്ഞാൽ വിവാഹ സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ അല്ലാഹു പഠിപ്പിച്ച സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ മനസംതൃപ്തിയോടെ നിങ്ങൾ നൽകുക. വിവാഹ സമയത്ത് വിവാഹം കഴിക്കുന്ന വ്യക്തി വിവാഹിതയാകുന്ന പെൺകുട്ടികൾക്ക് നൽകേണ്ട ദാനമാണ്, ഹക്കാണെന്ത്? മഹർ എന്നുള്ളത്. അപ്പൊ എന്താ മഹർ കൊടുക്കേണ്ടത്? മഹർ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ സംശയം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് മഹർ നിർബന്ധമാണ്. അതാണ് ആയത്ത് വആതു നിസാ സ്വദഖാതിഹിന്ന നിഹ്ല എന്ന് പറയുന്ന ആയത്ത് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹർ ഇല്ലാതെ കല്യാണം ശരിയാകൂല. മഹർ കൊടുക്കണം. എപ്പോൾ കൊടുക്കണം മറ്റൊരു വിഷയമാണ്. മഹർ പറയണം, ഇന്നത് അതൊന്നുമില്ല, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ മഹർ ഉണ്ടാകണം ഇസ്ലാമിക വിവാഹത്തിൽ. മഹർ കൊടുക്കണം. അത് കൊടുക്കാതെ എന്ത് ചെയ്യൂല? ഒരു പെണ്ണിനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം, മഹർ നിശ്ചയിച്ചാൽ മതി, അത് പിന്നീട് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കണ്ടു. മദീനയിൽ വന്ന ശേഷമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കണ്ടത്. അദ്ദേഹം ഒരു പ്രത്യേകതരം സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നബി ചോദിച്ചു, എന്തു പറ്റി അബ്ദുറഹ്മാൻ, എന്താണ് ഇങ്ങനെ സുഗന്ധമൊക്കെ പൂശി നടക്കുന്നത്, എന്താ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് തസവ്വജതു ഇംറഅത്ത്, ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അസ്തഖ്തഹ, നീ എന്താ മഹർ കൊടുത്തത് എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാരക്കയുടെ കുരുവോളം പോകുന്ന സ്വർണ്ണമാണ് നൽകിയത് എന്ന് അദ്ദേഹം നബിയോട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് സ്വഹാബികളുടെ രീതി. നബിയിൽ നിന്ന് ദീന് പഠിച്ച ആളുകൾ അവർ വിവാഹ സമയത്ത് എന്ത് ചെയ്യും? വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് മഹർ നൽകും. ആ മഹറിൽ ബാപ്പാക്ക് അവകാശമല്ല, ഉമ്മാക്ക് അവകാശമല്ല, ഭർത്താവിന് അവകാശമല്ല. അത് ആരുടേതാണ്? വിവാഹിതയാകുന്ന പെൺകുട്ടിക്കാണ് അതിൽ പൂർണ്ണ അവകാശമുള്ളത്. അത് ഭർത്താക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ മഹർ കൊടുത്തു, 5 പവൻ കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിക്കണം, ഞാൻ കെട്ടിക്കിന്റെ വീട്ടുകല്ലേ കൊണ്ടുവരുന്നത്, അത് എനിക്കെന്നെ ഉള്ളതാണ് എന്ന് വിചാരിക്കണ്ട. അത് പെണ്ണിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ അവൾ പൂർണ്ണ മനസ്സോടെ സംതൃപ്തിയോടുകൂടെ നൽകിയാൽ നമുക്കത് സ്വീകരിക്കാം. അത് അവൾ നൽകുന്ന സ്വതക്കയാണ്, അവൾക്കുള്ള ഹക്കാണ്, അവൾക്കുള്ള അവകാശമാണ് മഹർ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബലമായി പിടിച്ചു വാങ്ങേണ്ട ഒരു സാധനമല്ല നടത്തും. നമ്മൾ കൊടുത്ത മഹർ അത് ബലമായി പിടിച്ചു വാങ്ങാൻ ഒരു പുരുഷന് ഒരിക്കലും അവകാശമല്ല. അത്തരം തോന്നിവാസങ്ങളെ ആരെങ്കിലും കാണിക്കുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരാണ്. എന്താ ഇനി മഹർ കൊടുക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഒരു പെണ്ണ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നബിയെ, ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കുറച്ച് വിവാദമുള്ള വിഷയമാണത്. ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകതയാണ്. നബിയോട് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പെണ്ണെന്നെ ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ നബിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഭാര്യയായി സ്വീകരിക്കാം. അത് മറ്റൊരു ഹുക്കുമാണത്. നബി ഒന്നും മിണ്ടിയില്ല അത് കേട്ടപ്പോൾ.
അപ്പൊ ആ സദസ്സിൽ ഒരാൾ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക, ഞാൻ അവളെ വിവാഹം കഴിച്ചോട്ടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, എന്താണ് നിന്റെ കയ്യിൽ അവൾക്ക് മഹറായിട്ട് കൊടുക്കാനുള്ളത്? അവിടെ പറഞ്ഞു, ഒന്നുമില്ല നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കൂ. ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും നോക്കൂ നിങ്ങൾ, അതാണ് മഹർ. ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കൊടുക്കണം, മഹർ കൊടുത്താൽ മതി. അത് ഇന്നതാകണം എന്ന ഒരു നിയമമല്ല. അറിയാവുന്ന ഖുർആനിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്ത് വിവാഹം കഴിച്ചവരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. സ്വഹീഹായ ഹദീസിൽ നമുക്കത് വായിക്കാൻ പറ്റും. സ്വഹീഹായ ഹദീസിൽ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു ചെയ്തിട്ടുണ്ട്, മഹർ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അബൂ സൽമ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയോട് അവർ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ മൂല്യം എത്രയായിരുന്നു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് 12 ഊഖിയായിരുന്നു മഹർ. അതായത് 500 ദിർഹമാണ് നബി തന്റെ ഭാര്യമാർക്കൊക്കെ മഹർ കൊടുത്തിരുന്നത്. സഫിയ റളിയല്ലാഹു അൻഹയെ നബി വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ മഹർ അടിമ മോചനായിരുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ മഹറായിക്കൊണ്ട് നബി മഹർ കൊടുക്കുന്ന സമയത്ത് നബി ഒരാൾ സഹായിച്ചതാണ്. ആ ഉമ്മു ഹബീബ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ ഉബൈദുല്ലാ ജഹ്ഷുമായി വിവാഹിതയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അത് കണ്ട നജ്ജാശി രാജാവ് എന്ത് ചെയ്തു? അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി നജ്ജാശി രാജാവ് 4000 ദിർഹമാണ് അവർക്ക് മഹർ നൽകിയത്. നബിയുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മഹർ കിട്ടിയ ആൾ എന്ന് വേണമെങ്കിൽ ഉമ്മു ഹബീബയെ നമുക്ക് പറയാം. മഹർ ലളിതാക്കുക എന്നുള്ളതാണ്. മഹർ ലളിതമാക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ മഹർ കൂടുതൽ ചോദിച്ചതുകൊണ്ട് വിവാഹം നടക്കാത്ത ആൾക്കാരുണ്ട്. സൗദി അറേബ്യയിലൊക്കെ അവിടെയുള്ള ധാരാളം സ്ത്രീകൾ വിവാഹം നടക്കുന്നില്ല. കാരണം എന്താ? രക്ഷിതാക്കൾ മഹർ കൂടുതൽ ചോദിക്കണം. അവിടെ പെൺകുട്ടികളുടെ ബാപ്പമാര് മഹർ കൂടുതൽ ചോദിക്കുക. അവിടെ 4-5 പെൺകുട്ടികളുള്ള രക്ഷിതാക്കള് ഭാവിയിൽ ഞങ്ങൾ കോടീശ്വരന്മാരാകും എന്ന ധാരണയിലാണ് ജീവിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചുമാണ്. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. 4 പെൺകുട്ടികളുണ്ടെങ്കിൽ ബാപ്പാക്ക് പേടിയാണ്. എന്നാൽ അവിടെ എങ്ങനെയാ? അവിടെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? മഹർ കിട്ടും. മഹർ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല, അവിടെ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ മഹർ ലളിതമാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ നോക്കൂ, നിങ്ങൾ എല്ലാവർക്കും പാലിക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അത് നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാം. അപ്പൊ വിവാഹം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് പെണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയായവരാണ്. ഇനി നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, അവരുടെയൊക്കെ വിവാഹം നടക്കുമ്പോൾ അത് പൂർണ്ണമായി ഇസ്ലാമികമായിട്ടാണ് നടക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സന്ദേശമാണ്. വരും തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു മാതൃകയാണ്. ഇസ്ലാമിന്റെ മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ്. ഇത് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർ ഈ ദീനിൽ നകന്നകന്നു പോകും. അതിന്റെ ഉത്തരവാദികൾ നമ്മളായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സത്യസന്ധമായ ദീന് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പല രീതിയിൽ അനുഗ്രഹിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക്, നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ പല ആളുകളും ആ നിഅമത്തുകളെ മറക്കുന്ന സമയമാണ് നമ്മുടെ വീട്ടിലെ വിവാഹത്തിന്റെ സന്ദർഭങ്ങൾ. കൂടുതൽ വിശദീകരിക്കാതെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ വിവാഹം ആർഭാടവും ധൂർത്തുമാകാൻ പാടില്ല. ഒരൊറ്റ വാചകം അതാണ്, ആർഭാടവും ധൂർത്തുമാവാൻ പാടില്ല. അത് പൈശാചികതയാണ്, അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവഹേളിക്കലാണ്. ആ 3 വാചകങ്ങൾ ശ്രദ്ധിക്കണം. പൈശാചികതയാണ്, ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കരിഅ ലക്കും സലാസൻ ഖീല വഖാല ഇളഅത്തുൽ മാൽ വകസറത്തുസ് സുആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 കാര്യങ്ങളിൽ അള്ളാഹു 3 കാര്യങ്ങളിൽ നിങ്ങളെ വെറുക്കുന്നു. 3 കാര്യങ്ങളിൽ അള്ളാഹു നിങ്ങളെ വെറുക്കുന്നു. അതിലേതാ? ഒന്ന്, അടിസ്ഥാനരഹിതമായ വർത്തമാനങ്ങൾ. ധനം വെറുതെ അനാവശ്യമായി പാഴാക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ സമ്പത്ത് അമിതമായി കൊണ്ട് ചെലവഴിക്കുക, അനാവശ്യമായി കൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് അത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹ രംഗത്ത് ഇന്ന് പലപ്പോഴും അനാവശ്യമായ ചെലവുകളുണ്ട്. അത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ വിവാഹ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ദൂർത്തടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ അർത്ഥം ഭക്ഷണം കൊടുക്കേണ്ടെന്നൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വഹാബികളോട് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലീമ കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അവിടെ തന്നെ അബദ്ധങ്ങളുണ്ട്. നമ്മളിൽ പല ആൾക്കാരും വലീമ കൊടുക്കുന്നത് എപ്പോഴാണ്? ചില വീടുകളിലൊക്കെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് വരെ വലീമ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വലീമ എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിച്ച് അവർ വീട് കൂടിയതിനു ശേഷമാണ് പല ആളുകളും വലീമ. അതാണ് ശരിയായ രീതി. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിച്ചതിന് ശേഷമാണ് വലീമ കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമല്ല പറഞ്ഞത്. അതാണ് മുൻഗാമികളുടെയൊക്കെ ചര്യ. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ ഉടനെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമുള്ള വിഷയമല്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് വേണം? അവിടെ നമ്മുടെ സമ്പത്തിന്റെ ഒരു പൊങ്ങച്ചം കാണിക്കാനുള്ള വേദിയാക്കി വിവാഹ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മാറ്റാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്വാന ശയാത്തീൻ. അമിതമായി കൊണ്ട് ചെലവഴിക്കുന്നവർ, ദൂർത്തടിക്കുന്നവർ, അവർ പിശാചിന്റെ ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞത് അമിതത്വവും അഹങ്കാരവും ഇല്ലാത്ത വിധം തിന്നുകയും കുടിക്കുകയും ഉടുക്കുകയും ധർമ്മം ചെയ്യുകയും ചെയ്യുവീൻ എന്നാണ്. ഇതൊക്കെ നമുക്ക് പാടടി ഹദീസുകളിലൊക്കെ. അതുകൊണ്ട് തന്നെ വിവാഹ രംഗത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇന്ന് പല തോന്നിവാസങ്ങളും വിവാഹ രംഗത്തുണ്ട്. ഹെലികോപ്റ്ററിൽ വരുന്നു അല്ലെ, എന്തൊക്കെ തോന്നിവാസാണ്. ഒരു പക്ഷേ ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകൾ വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടവരാണ് നമ്മൾ, അതറിയുന്ന ആൾക്കാരാണ് നമ്മൾ. അത്തരം തിന്മകൾ നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ കുടുംബത്തിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ പാലിക്കുക. അപ്പോഴേ സ്വസ്ഥമായ സമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേപ്പറുകളൊക്കെ റെഡിയാക്കുന്ന സമയമാണ്. SIR-മായി ബന്ധപ്പെട്ട് രേഖകൾ ശരിയാക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവസാന സമയത്തേക്ക് നീട്ടിവെക്കാതെ, ഇതിനുള്ളിലൊക്കെ കുറേ ചതികൾ ഉണ്ടാകും. ആരൊക്കെ കുതന്ത്രം കളിച്ചാലും അള്ളാഹു ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം നടപ്പിലാവുള്ളൂ. പക്ഷേ നമ്മുടെ അലംഭാവം കൊണ്ട്, നമ്മുടെ മടി കാരണം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ അതിൻ്റെ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ അവസാന സമയത്തേക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറണം. ഇത് നമുക്ക് ഉത്ബോധിപ്പിക്കാൻ, ഓർമ്മപ്പെടുത്താനുള്ള ഒരു വേദിയാണ് മിമ്പറുകൾ എന്ന് പറഞ്ഞാൽ. ജനങ്ങളുമായി ബന്ധപ്പെട്ട, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദീനിയായിക്കൊണ്ട് സംസാരിക്കാനുള്ള മേഖലയാണ്. നാളെ നമ്മൾ ഈ നാട്ടുകാരനെ ആവണം. ചില ആളുകൾക്ക് അതിൽ താല്പര്യമില്ല, നമുക്കറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്, കഠിനമായി ഈ മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്ന ആൾക്കാർ. ഇത് വർഗീയതയൊന്നല്ല, അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്തരം കുതന്ത്രങ്ങളെ അള്ളാഹുവിന് പൊളിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രേഖകൾ കൃത്യമായി, ഇപ്പം ബാപ്പാൻ്റെത്, മക്കളത്, അതൊക്കെ ഒന്ന് പൂരിപ്പിച്ച് ഭംഗിയായി അത് പൂർത്തീകരിക്കാൻ നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആൾക്കാർ VLO-മാരുണ്ട്. അവരെ നമ്മൾ പ്രയാസപ്പെടുത്താതിരിക്കാം. പല ആളുകളും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. VLO-മാർ അവരനുഭവിക്കുന്ന വേദനകൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യർ എന്ന നിലയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അവരുടെ അടുക്കിലേക്ക് പോയി ഇപ്പം അവരെ ചോദ്യം ചെയ്ത് അവരെ പ്രയാസപ്പെടുത്തി എൻ്റെ വീട്ടിൽ തന്നെ വരണം, എന്നാലേ ഞാൻ ഇത് തരുള്ളൂ, അതൊക്കെ നിയമമായിരിക്കാം. പക്ഷെ അവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ മേഖല ഭംഗിയായി പൂർത്തീകരിക്കാൻ എല്ലാ സഹോദരങ്ങളും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ശരിയായ രീതിയിൽ ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഞായറാഴ്ചയാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രോഗ്രാം. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഈ പള്ളിയിൽ നടക്കും. മഗ്രിബ് നമസ്കാര ശേഷം എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. ആ പരിപാടിയിലേക്ക് മറ്റുള്ള സാധിക്കുന്ന ആളുകളെയൊക്കെ വിളിക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും നല്ല രീതിയിൽ ആ പ്രോഗ്രാം നടത്താനും ആളുകൾക്ക് ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.